പ്രിയപ്പെട്ട കുട്ടികളെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ബയോവേർഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 സുവോളജിയിലെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വരുന്ന വ്യാഴാഴ്ചയാണ് നമ്മുടെ പരീക്ഷ. എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി നല്ല ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുക. എക്സാം ഡിഫിക്കൽട്ട് ആയി കഴിഞ്ഞാലും എളുപ്പമായി കഴിഞ്ഞാലും നമ്മൾ പഠിച്ചിട്ടില്ല എന്നൊരു കുറ്റബോധം നമുക്കുണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഹോട്ട് പോയിൻറ്റുകൾ ഏതെല്ലാം നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ പഠിക്കാം. ഓക്കെ, ഈ ചാപ്റ്ററിൽ മൂവ്മെൻറ്റ് ആൻഡ് ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമ്മളെ ചലനവും സഞ്ചാരവും, നമ്മളെ ബോഡി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ആനിമൽ ബോഡിയിൽ, ഹ്യൂമൻ ബോഡിയിലൊക്കെ ഉള്ള 3 പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് മൂവ്മെൻ്റ് ഉണ്ട്. അതിനെപ്പറ്റി ജസ്റ്റ് പറഞ്ഞു പോവുക. 3 തരം മൂവ്മെൻറ്റ്. ഒന്ന് സിലിയറി മൂവ്മെൻ്റ് ആണ്. സിലിയകളുടെ സഹായത്തോടുള്ള മൂവ്മെൻ്റ് ആണിത് സിലിയറി മൂവ്മെൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഈ സിലിയറി മൂവ്മെൻറ്റ് കാണപ്പെടുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗാൻസിലാണ് പ്രധാനമായിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ ട്രക്കിയയിലും അതുപോലെ തന്നെ സ്ത്രീകളുടെ ബോഡിൻ്റെ അകത്തുള്ള ഫലോപ്പിയൻ ട്യൂബിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് മൂവ്മെൻ്റ് ആണ് അമീബോയിഡ് മൂവ്മെൻറ്റ്. എന്താ വിളിക്കുക? അമീബോയിഡ് മൂവ്മെൻറ്റ്. ഈ അമീബോയിഡ് മൂവ്മെൻറ്റ് കാണപ്പെടുന്നത് ഒന്ന് നമ്മുടെ പ്രത്യേകിച്ചും അമീബയിലോ കാണപ്പെടുന്ന മൂവ്മെൻറ്റ്. അതുകൊണ്ട് നമ്മൾ ഇതിനെന്ത് വിളിക്കുന്നത്? അമീബോയിഡ് മൂവ്മെൻറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഈ അമീബോയിഡ് മൂവ്മെൻറ്റ് കാണിക്കുന്ന സെല്ല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ സെല്ലുകളായ മാക്രോഫേജുകളാണ് ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത്, ഞാൻ ഡെപ്തിലോട്ട് പോവില്ല കേട്ടോ. മസിലുകളെ പറ്റിയാണ് പഠിക്കേണ്ടത്. മസിലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വ്യത്യസ്ത തരങ്ങളായ മസിലുകളുണ്ട്. മസിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും മസിലുണ്ട്. മസിലുകളുടെ പ്രവർത്തന രീതിയാണ് പഠിക്കേണ്ടത്. മസിലുകളെ നമുക്ക് 3ആയി തരംതിരിക്കാം. ഒന്ന് സ്കെലട്ടൽ മസിലാണ്. സ്കെലട്ടൽ മസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലിനോട് കണക്റ്റഡ് ആയിട്ടുള്ള മസിലാണിത് സ്കെലട്ടൽ മസിൽ. അതുപോലെ രണ്ടാമത്തതാണ് വിസറൽ മസിൽ. വിസറൽ മസിൽ കാണപ്പെടുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗാൻസിലാണ്. ഓക്കെ, മൂന്നാമതായി നമുക്ക് കാണപ്പെടുന്ന മസിലാണ് കാർഡിയാക് മസിൽ. നമ്മുടെ ഹൃദയത്തിൽ കാണപ്പെടുന്ന മസിലുകളാണ് കാർഡിയാക് മസിൽ. ഈ 3 തരം മസിലുകൾ തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചു വെക്കണം. സ്കെലട്ടൽ മസിലും വോളണ്ടറി മസിലാണ്. കാരണം ഈ മസിലുകളുടെ പ്രവർത്തനം നമ്മുടെ ഇഷ്ടം പോലെ, നമ്മുടെ ആഗ്രഹം പോലെ, നമ്മുടെ ഇഷ്ടം പോലെ കൺട്രോൾ ചെയ്യാവുന്നതുകൊണ്ട് ഇതിനെ വോളണ്ടറി ആയ മസിലാണെന്ന് വിളിക്കുക. എന്നാൽ വിസറൽ മസിലുകളും കാർഡിയാക് മസിലുകളും വോളണ്ടറി അല്ലെ ഇൻവോളണ്ടറി, അവരുടെ പ്രവർത്തനത്തെ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഒരു മസിലിൻ്റെ ഘടനയും അതിൻ്റെ ഫങ്ഷൻസും പഠിക്കണം കേട്ടോ. ഇതൊരു മസിലാണ്. ഈ മസിലിൻ്റെ ഘടന നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അത് കൃത്യമായി പഠിച്ചു വെക്കുക. ഇത് ഒരു മസിലിൽ ഒരുപാട് മസിൽ ബണ്ടിലുകൾ ഉണ്ടാവും. ഇതൊരു മസിൽ ബണ്ടിലാണ്. ഇത് വേറൊരു മസിൽ ബണ്ടിലാണ്. ഇത് 3ാമത്തെ മസിൽ ബണ്ടിലാണ്. ഇത് 4ാമത്തെ മസിൽ ബണ്ടിലാണ്. ഓക്കെ, ഈ ഓരോ മസിൽ ബണ്ടിൻ്റെ ഉള്ളിൽ കാണുന്ന ഇതാണ് മസിൽ ഫൈബർ. ഒരു മസിലിനുള്ളിൽ ഒരുപാട് മസിൽ ഫൈബറുകളുണ്ട്. അതുപോലെ അതിൻ്റെ ഉള്ളിൽ മയോ ഫൈബ്രിലുകളുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനമായിട്ട് എക്സാമിൽ ചോദിക്കുന്നതാണ്, ഈ മസിലിൻ്റെ അകത്ത് പ്രധാനമായി 2 തരം പ്രോട്ടീനുകളുണ്ട്. മസിലിലുള്ള ഈ 2 പ്രോട്ടീൻ, ഈ 2 ആൾക്കാരുടെ പേരും ഘടനയും പഠിക്കണം. ഈ പ്രോട്ടീൻ്റെ പേരാണ് ആക്റ്റിൻ എന്ന് നമ്മൾ വിളിക്കുക. ആക്റ്റിനാണ്. ഇത് മയോസിനാണ്. മസിലിലെ 2 പ്രോട്ടീൻ, ഒന്ന് ആക്റ്റിനും രണ്ടാമത്തത് മയോസിനുമാണ്. ഓക്കെ, ഈ മയോസിൻ എന്ന് പറഞ്ഞാൽ, ആക്റ്റിൻ എന്ന് പറഞ്ഞാൽ ഈ ആക്റ്റിനിൽ ഒരു 2 എഫ് ആക്റ്റിൻ ഉണ്ട്. കണ്ടോ, എഫ് ആക്റ്റിൻ കണ്ടോ. അപ്പോൾ ഇവിടെ ഇതിൽ ഈ എഫ് ആക്റ്റിൻ എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ, കണ്ടില്ലേ, ഇങ്ങനെ ഒരു പച്ച ചരടുണ്ടല്ലേ, ഇങ്ങനെ, ഇത് ഒരു എഫ് ആക്റ്റിൻ. തിരിച്ചിങ്ങോട്ടുള്ളതോ 2ാമത്തെ എഫ് ആക്റ്റിനാണ്. അപ്പോൾ 2 എഫ് ആക്റ്റിനുകൾ ചേർന്നതാണ് ഒരു ആക്റ്റിൻ എന്ന് പറഞ്ഞാൽ. ഈ ആക്റ്റിൻ പ്രോട്ടീൻ്റെ മുകളിൽ തന്നെ കാണപ്പെടുന്ന വേറൊരു പ്രോട്ടീനാണ് ട്രോപ്പോനിനും അതുപോലെ ട്രോപ്പോമയോസിനും. ഈ കാണുന്ന റൗണ്ട് കണ്ടില്ലേ, ഇതാണ് ട്രോപ്പോനിൻ. ഈ ചരട് പോലാണ് ട്രോപ്പോമയോസിൻ. അപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ ആക്റ്റിൻ്റെ മുകളിൽ കാണുന്ന വേറെ 2 പ്രോട്ടീനാണിത് ട്രോപ്പോനിനും ട്രോപ്പോമയോസിനും. ഓക്കെ, ഇനി ഈ താഴെ കാണുന്ന ആളാണെന്ത്, ഈ കാണുന്ന മയോസിൻ പ്രോട്ടീൻ. ഇതിൻ്റെ ഘടനയെ നമ്മോട് ചോദിക്കും. ഈ മയോസിൻ പ്രോട്ടീൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ധാരാളം മയോസിനുകളാൽ, എന്താണ് ഇതിൻ്റെ പേര് ശരിക്കും മയോസിൻ കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് മയോസിൻ ചേർന്നതാണെന്ത്, മയോസിൻ പ്രോട്ടീൻ. നോക്കുക, ഈ കാണുന്നതാണ്, ഈ ചുവന്നതാണ്, ഇതാണ് മയോസിൻ കേട്ടോ. ഇത് മയോസിനാണ്. ഈ മയോസിൻ്റെ ഒരുപാട് മയോസിനുകൾ ഉണ്ടാവും. ഓക്കെ, ഈ മയോസിൻ്റെ ഒരു ഭാഗമാണ് ഇതിൻ്റെ ഹെഡ്, ഇതാണ് ടൈൽ.
ഓക്കെ. ഈ ഹെഡിൽ ഇവിടെ കണ്ടങ്ങൾ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് എന്നതിലെ ഈ ആക്റ്റിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇയാളാണ്. അപ്പോൾ ഈ മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് മസിൽ കോൺട്രാക്ട് ചെയ്യാൻ എന്താ, നിങ്ങൾ കൈ മടക്കുന്ന സമയത്ത് നിങ്ങൾ മസിൽ എന്ത് ചെയ്യാറുണ്ട്, ബോൾ പോലെ വരാറില്ലേ, അങ്ങനെ മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന അറിയോ, ഈ മയോസിൻ പിടിച്ച് എന്ത് ചെയ്യും, ആക്റ്റിൻ്റെ മുകളിൽ ബൈൻഡ് ചെയ്യും. എന്നിട്ട് മയോസിൻ എന്ത് ചെയ്യും, ആക്റ്റിനെ പിടിച്ച് ഉള്ളിലോട്ട് വലിക്കും. ഏതുപോലെ ഇവിടെ അങ്ങനെ നോക്കിയാൽ മനസ്സിലാവും ആണോ. ഇതാണ് ഒരു ഈ മയോസിൻ എന്ത് ചെയ്യും, ഈ മയോസിന് ഈ ആക്റ്റിനെ പിടിച്ച് എന്ത് ചെയ്യും, ഉള്ളിലോട്ട് വലിക്കും. ഓക്കെ. ഇങ്ങനെ വലിക്കുമ്പോഴാണ് മസിൽ കോൺട്രാക്ട് ചെയ്ത് സങ്കോചിച്ചു എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ. അങ്ങനെ മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെ സഹായിക്കും ഈ മയോസിനും ആക്റ്റിനും ബൈൻഡ് ചെയ്യാൻ വേണ്ടി എന്തത് ഇവിടെ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് കാണപ്പെടുന്നത്. ഓക്കെ. ഇനി നോക്കിക്കോ, വേറെ ഒന്ന് രണ്ട് പോയിന്റോട് പറയുകയാണ്. ഈ മയോസിനും ആക്റ്റിനും കൂടിയിട്ടല്ലേ മസിൽ സങ്കോചിക്കുന്നത്. അപ്പോൾ ഈ മസിൽ സങ്കോചിക്കേണ്ടാത്ത സമയം ഉണ്ടാകുമല്ലോ. അങ്ങനെ മസിൽ ഫ്രീ ആയി നിൽക്കേണ്ട സമയത്ത്, മസിൽ കോൺട്രാക്ഷൻ നടക്കേണ്ടാത്ത സമയത്ത് എന്ത് സംഭവിക്കും ചോദിച്ചാൽ, പിന്നെ ഈ കാണുന്ന ട്രോപ്പോനിൻ ഉണ്ടല്ലോ, ഈ ട്രോപ്പോനിൻ്റെ ഫംഗ്ഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. ട്രോപ്പോനിൻ എന്ന് വിളിക്കുന്ന ആളെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ഈ മയോസിനും ആക്റ്റിനും ബൈൻഡ് ചെയ്യുന്നതിനെ തടയുന്നത് ആരാണ്, ട്രോപ്പോനിനാണ്. സോ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ട്രോപ്പോനിൻ? ഈ മയോസിന് ആക്റ്റിനെ ബൈൻഡ് ചെയ്യുന്നതിനെ തടയുന്നത് ആരാണ്, ട്രോപ്പോനിനാണ്. ഓക്കെ. സോ ട്രോപ്പോനിൻ ആക്ട് ആസ് എ മാസ്ക്, ആക്റ്റിൻ്റെയും മയോസിൻ്റെയും ഇടയിലുള്ളൊരു മറവായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്, ഈ ട്രോപ്പോനിനാണ്. ഓക്കെ. എന്നാൽ നിങ്ങൾ നോക്കിക്കോ, എന്നാൽ മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് മയോസിൻ എന്ത് ചെയ്യണം, ആക്റ്റിൻ്റെ മുകളിൽ ബൈൻഡ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയാണ് ഇവിടെ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ഒക്കെ കൊടുത്തത്. ആ സമയത്ത് ഈ ട്രോപ്പോനിൻ ഇവിടെ ഉണ്ടായാൽ ശരിയാവില്ല. കാരണം ഈ ട്രോപ്പോനിൻ എന്ത് ഇഷ്ടമല്ല, മയോസിൻ ആക്റ്റിനെ ബൈൻഡ് ചെയ്യുന്നതിന് ഇഷ്ടമല്ലല്ലോ. സോ ഈ ട്രോപ്പോനിൻ്റെ മാസ്ക്, മറവ് ഒഴിവാക്കുന്ന ആളാണ് എന്ത്, കാൽഷ്യം അയണുകൾ. അപ്പോൾ എക്സാം ചോദിക്കും, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് കാൽഷ്യം അയൺ ഇൻ മസിൽ കോൺട്രാക്ഷൻ? മസിൽ വർക്ക് ചെയ്യുന്നതിൽ കാൽഷ്യം അയണിൻ്റെ ജോലി എന്താ, ഇറ്റ് റിമൂവ് ദ മാസ്കിംഗ് ഓഫ് ട്രോപ്പോനിൻ ഉണ്ടാക്കിയ മാസ്ക് ഒഴിവാക്കുന്ന ആരാണ്, കാൽഷ്യം അയണുകളാണ്. അപ്പോൾ ഒരു മസിൽ കൺട്രാക്ഷൻ, ഇപ്പോൾ നമ്മളൊരു കൈ ഇങ്ങനെ മടക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആ മടക്കണമെങ്കിൽ എന്ത് ചെയ്യും, ഈ മയോസിനും ആക്റ്റിനും ബൈൻഡ് ചെയ്ത് മയോസിനും ആക്റ്റിനെ പിടിച്ചുള്ള ഉള്ളിലോട്ട് വലിക്കണം. അങ്ങനെ വലിക്കണമെങ്കിൽ ആദ്യം ഞാൻ ട്രോപ്പോനിൻ്റെ മാസ്ക് ഒഴിവാക്കണ്ടേ, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കാൽഷ്യം അയൺ നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെ മസിൽ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്താവുമെന്നറിയോ, ഇതൊക്കെ ഇങ്ങോട്ട് നീങ്ങും. അപ്പോൾ ഈ കാണുന്ന ഈ ലൈനിൻ്റെ പേര് സെഡ് ലൈൻ കണ്ടില്ലേ, ഇവിടെ ഈ സെഡ് ലൈൻ കണ്ടില്ലേ, ഈ സെഡ് ലൈനുകളൊക്കെ എന്ത് ചെയ്യും, അടുത്ത് വരും. ഈ രണ്ട് സെഡ് ലൈനുകൾക്കിടയിലുള്ള ദൂരത്തെ വിളിക്കുന്ന പേരാണ് സർക്കോമിയർ എന്നാണ് നമ്മൾ വിളിക്കുക. എന്താ വിളിക്കുക, സർക്കോമിയർ. നമുക്കൊരു കംപ്ലീറ്റ് മസിൽ ഇവിടെ കാണിച്ചു തരാം. ഇതാ ശരിക്കും ഒരു മസിൽ ഉണ്ടാവും കേട്ടോ. ഇവിടെ ചോദിക്കാറുള്ള ചോദ്യമാണ്, മസിലിൻ്റെ പ്രവർത്തനത്തെ വിശദീകരിക്കുന്ന തിയറിയുടെ പേര്, അതാണ് സ്ലൈഡിങ് ഫിലമെൻറ്റ് തിയറി. എന്താ പറയുക, സ്ലൈഡിങ് ഫിലമെൻറ്റ് തിയറി. നമ്മുടെ മോഡൽ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംശയമുണ്ട്. സോ മസിൽ കോൺട്രാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണത് സ്ലൈഡിങ് ഫിലമെൻറ്റ് തിയറി. അപ്പോൾ ഈ മസിലുള്ള ഈ ലൈനിൻ്റെ പേരാണ് സെഡ് ലൈൻ എന്ന് വിളിക്കുക. ഇതൊക്കെ സെഡ് ലൈനാണ്. ഡീറ്റെയിൽസ് നിങ്ങൾ പഠിക്കണം കേട്ടോ, ഞാൻ ഷോർട്ട് പറയാം. ഈ രണ്ട് സെഡ് ലൈനിൻ്റെ ഇടയിലുള്ള ദൂരം ഉണ്ടല്ലോ, അത് നമ്മൾ വിളിക്കുന്ന പേരാണത് സാർക്കോമിയർ. എക്സാമിന് ചോദിക്കും, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സാർക്കോമിയർ? ഇറ്റ് ഈസ് ദ സ്പേസ് ബിറ്റ്വീൻ ടു സെഡ് ലൈൻ. രണ്ട് സെഡ് ലൈൻ്റെ ഇടയിലുള്ള സ്പേസ് ആണെന്ത്, സാർക്കോമിയർ. ഇതാണ് മസിൽ കൺട്രാക്ഷൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്. മസിൽ കോൺട്രാക്ഷൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്നറിയപ്പെടുന്ന എന്താണ്, സാർക്കോമിയറുകളാണ് എന്ന് കൂടി പഠിക്കുക. അപ്പോൾ ഈ മയോസിൻ, ഈ കാണുന്നതാണ് മയോസിൻ കേട്ടോ. ഈ മയോസിൻ പിടിച്ച ആക്റ്റിനെ വലിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്ക്, ഇവിടെ എത്രയും നീളമുള്ള സർക്കോമിയർ അല്ലേ. സർക്കോമിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെഡ് ലൈൻ മുതൽ അടുത്ത് വരെയുള്ള ദൂരമല്ലേ. ആ ദൂരം ഇവിടെ നോക്ക്, ഇവിടെ എത്രയായി കുറഞ്ഞില്ലേ, ഇവിടെ നോക്കുമ്പോൾ വീണ്ടും കുറഞ്ഞില്ലേ. സോ മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് സെഡ് ലൈനുകൾ അടുത്ത് വരികയും മസിലിൻ്റെ സർക്കോമിയർ, അതായത് സെഡ് ലൈൻ്റെ ഇടയിൽ ദൂരം കുറയുകയും ചെയ്യും എന്നുകൂടി പഠിച്ച് വെക്കട്ടോ. ഓക്കെ. ഇനി പിന്നെ നിങ്ങളോട് ചോദിക്കാം, വേറൊരു പോയിന്റ് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ രണ്ട് തരം മസിലുകളിലൊരു അത് നമ്മൾ പിന്നീട് പറയാം. ഓക്കെ. ഏത് പിന്നെ റെഡ് മസിൽ ഫൈബേഴ്സ് നമുക്ക് വേറെ സ്ഥലത്ത് പറയാതേക്ക് എളുപ്പമാകും. ഇനി നമ്മുടെ ബോഡിയിലെ എല്ലുകളെ പറ്റി ചോദിക്കും. എല്ലുകൾ ഇത് വെർട്ടിബ്രയാണ്, നമ്മുടെ നട്ടെല്ലാണ്. നട്ടലുള്ള വിവിധ എല്ലുകളുടെ പേര് ചോദിക്കാം. നമ്മുടെ കഴുത്തിലുള്ള എല്ലിൻ്റെ പേരാണ് സെർവിക്കൽ വെർട്ടിബ്ര. അതുപോലെ ചെസ്റ്റിലുള്ള തൊറാസിക് വെർട്ടിബ്ര ഒക്കെ പഠിക്കണം. അതുപോലെ ഇത് നമ്മളെ വാരിയല്ലുകളാണ്. വാരിയല്ലുകൾ നമുക്കറിയാം 12 വാരിയല്ലുണ്ട്. ഈ വാരിയല്ലിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ നട്ടെല്ലുണ്ടല്ലോ അല്ലേ. ഫ്രണ്ടിൽ എന്തുണ്ട്, സ്റ്റേൺ ഉണ്ട്. നമ്മുടെ ഇത് സ്റ്റേൺ ആണല്ലേ, ഇതാണ് നമ്മുടെ സ്റ്റേൺ എന്ന് വിളിക്കുന്നത്, മാറല്. ഓക്കെ. ഇനി ഇതാണ് നമ്മുടെ വാരിയല്ലുകൾ അല്ലേ. ഇവിടെ കണ്ടോ, ഒന്നാമത്തെ വാരിയല്ല് ഇതാണ്, 12ാമത്തെ വാരിയല്ലാണ് ഈ കാണുന്നത്. ഒരാൾക്ക് 12 വാരിയല്ലുകളുണ്ട്. ഈ വാരിയല്ലുകളൊക്കെ എന്ത് ചെയ്യും,
നമ്മുടെ പിന്നെ വന്നിട്ട് ഓക്കെ സൂം ചെയ്തു. അപ്പോൾ ഈ നമ്മുടെ ചെസ്റ്റിൻ്റെ ഫ്രണ്ടിലുള്ള എല്ലല്ലേ ഇത്. അപ്പോൾ ഇത് ഒന്നാമത്തെ വാരിയല് 2, 3, 4, 5, 6, 7 ഈ വാരിയലൊക്കെ കാണുന്നത് ഈ നമ്മുടെ ചെസ്റ്റിന് മുകളിലെ സ്റ്റേണം എന്നല്ല, ഇതാണ് സ്റ്റേണം. ഇതിൽ വന്ന് കണക്ട് ചെയ്യും. എല്ലാ വാരിയലും ഇങ്ങനെയല്ല, ആദ്യത്തെ 7 വാരിയലുകൾ മാത്രം ഇങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ സ്റ്റേണത്തിൽ വന്ന് കണക്ട് ചെയ്യുന്ന വാരിയലുകളെ വിളിക്കുന്ന പേരാണ് ട്രൂ റിബ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, സോ വാരിയലുകളെ പറ്റി നമ്മൾ പറയുന്നത് 3 തരം വാരിയലുകൾ അല്ലെങ്കിൽ റിബ്സുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്നെന്താണ്? ട്രൂ റിബ്സ് ആണ്. ഈ ട്രൂ റിബ്സ് വന്ന് സ്റ്റേണത്തിൽ ഇവിടെ കണക്ട് ചെയ്യും. ഓക്കെ, ഇനി 8, 9, 10 വാരിയലുകളില്ലേ, അതിനെ ഫാൾസ് റിബ്സ് എന്നാണ് വിളിക്കുക. നിങ്ങൾ നോക്കി, ഈ 8ാമത്തെ വാരിയലിൽ വന്നിട്ട് 7ാമത്തെ നമ്മൾക്ക് കണക്റ്റഡാണ്. ഓക്കെ, 9 7 കണക്റ്റഡാണ്, 10 7 കണക്റ്റഡാണ്. ബാക്കിയുള്ളവരൊക്കെ നേരിട്ട് ഇവിടെ വന്നെത്തുന്നില്ലേ. സോ ഇങ്ങനെ 8 മുതൽ 10 വരെയുള്ള വാരിയല്ലുകൾ ദേ ആർ നോട്ട് കണക്റ്റഡ് വിത്ത് സ്റ്റേണം. അവർ സ്റ്റേണവുമായി കണക്റ്റഡ് അല്ല. പിന്നെയോ അവർ 7ാമത്തെ വാരിയലിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അവരെ ഫാൾസ് റിബ്സ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ 11, 12 വാരിയലുകൾ, ഈ 11 ഈ 12 ഈ 2 വാരിയലുകളെ പ്രത്യേകം നോക്കി. ഇവർ ഇവിടുന്ന് തുടങ്ങിയെങ്കിലും ഇവർ സ്റ്റേണത്തിൽ കണക്റ്റഡ് അല്ല. എല്ലാ വാരിയലിൻ്റെയും ബാക്ക് സൈഡ് എവിടെയാണ്? നമ്മുടെ നട്ടലിൽ കണക്റ്റഡ് ആണ്. ഫ്രണ്ട് സൈഡിലെ കൺഫ്യൂഷനുള്ളൂ. ഫ്രണ്ടിൽ എവിടെയും കണക്ട് ചെയ്യാത്ത അവസാനത്തെ 2 വാരിയലുണ്ട്, അതിൻ്റെ പേരാണ് ഫ്ലോട്ടിംഗ് റിബ്സ്. വിവിധ തരം റിബ്സിനെ പറ്റി ചോദിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കൈകളിലുള്ള എല്ലുകൾ, ഇത് ഒരാളുടെ കൈകളാണല്ലോ. ഈ കയ്യിലുള്ള എല്ലാ എല്ലിൻ്റെയും പേര് നമ്മൾ പഠിക്കണം. പിന്നെ ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫലഞ്ചസ്. ഇത് നമ്മുടെ കാലുകളിലല്ല. കാല് നമ്മളെന്താ വിളിക്കുക? ഹൈൻഡ് ലിംബ് എന്നല്ല വിളിക്കുക അല്ലേ. ഹൈൻഡ് ലിംബിലെ എല്ലുകൾ ഏതല്ല? പിന്നെ ഫീമർ, ടിബിയ, ഫിബുല, ടാർസൽസ്, മെറ്റാടാർസൽസ്, ഫലഞ്ചസ്. മുൻപ് വന്നൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പിന്നെ ഡിസ്കസ് ചെയ്യല്ലേ. ഈ എല്ലുകളുടെയൊക്കെ പേര് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ ജോയിൻറ്റുകൾ, നമ്മുടെ ജോയിൻറ്റുകൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫൈബ്രസ്, 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫൈബ്രസ് ജോയിൻറ്റ്. ഫൈബ്രസ് ജോയിൻറ്റ് എവിടെ ഉണ്ടാവുമെന്ന് അറിയോ? നമ്മുടെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന ജോയിൻറ്റുകളാണിത് ഫൈബ്രസ് ജോയിൻറ്റ്സ്. ഓക്കെ, ഈ തലയോട്ടിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇവിടെ ഇതൊരു എല്ലാണ്, ഇത് 2ാമത്തെ എല്ലാണല്ലോ. ഈ 2 എല്ലുകൾക്ക് ഇടയിൽ എന്തുണ്ട്? ഫൈബ്രസ് ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫൈബ്രസ് ജോയിൻറ്റിൻ്റെ പ്രത്യേകത, ഈ ഫൈബ്രസ് ജോയിൻ്റ് ഉപയോഗിച്ച് 2 എല്ലുകളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ 2 എല്ല് ഒന്നിച്ച് വരുന്ന സ്ഥലമല്ലേ, ഇതിന് മൂവ്മെൻറ്റ് തീരെ ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് 1ാമത്തെ തരം ജോയിൻറ്റുകൾ, ഫൈബ്രസ് ജോയിൻറ്റ്. 2ാമത്തത് ഇതാണ്, ഈ വാരിയലിൻ്റെ ഇടയിലുള്ള ജോയിൻറ്റിൻ്റെ പേരാണ് കാർട്ടിലേജിനസ് ജോയിൻറ്റ്. ഈ വാരിയലിൻ്റെ ഇടയിലുള്ള ജോയിൻറ്റുകൾക്ക് ലിമിറ്റഡ് മൂവ്മെൻറ്റ് മാത്രം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 2ാമത്തെ തരം ജോയിൻ്റാണ് കാർട്ടിലേജിനസ് ജോയിൻറ്റ്. അത് പഠിച്ചു വെക്കുക. ഓക്കെ, 3ാമത്താണ് സൈനോവിയൽ ജോയിൻറ്റ്. ഏറ്റവും കൂടുതൽ ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഉള്ള, ഏറ്റവും ഫ്രീ ആയിട്ട് നമ്മൾ ചലിപ്പിക്കാൻ പറ്റുന്ന ജോയിൻ്റാണ് സൈനോവിയൽ ജോയിൻറ്റ്. അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇതിൽ വരുന്ന ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ, ഇത് പല ടൈപ്പ് ഉണ്ട്, എല്ലാ എക്സാമ്പിളും പഠിക്കണേ. ഒന്ന് ബാൾ ആൻഡ് സോക്കറ്റ്, അത് നമ്മുടെ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ മതിയാവും അല്ലേ. ഇനി അല്ലെങ്കിൽ പറയാം, നമ്മുടെ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു എല്ലിൻ്റെ അറ്റം ഇങ്ങനെ ബോൾ പോലെ ഉണ്ടാവുക, വേറെ എല്ലിൻ്റെ അറ്റം എന്ത് ചെയ്യും? ഇങ്ങനെ സോക്കറ്റ് പോലെ, കുഴി പോലെ ഇങ്ങനെ ഉണ്ടാവും. അത്തരം ജോയിൻ്റാണ് ഇത് ബാൾ ആൻഡ് സോക്കറ്റ്. ഇത് കാണപ്പെടുന്നത് എവിടെയാണ്? ബിറ്റ്വീൻ ഹ്യൂമറസ് ആൻഡ് പെക്ടോറൽ ഗ്രിപ്പ്. ഹ്യൂമറസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഷോൾഡർ അല്ലേ, ഹ്യൂമറസ് ബോൺ. അതും പെക്ടോറൽ ഗ്രിപ്പ് നമ്മളെ ഷോൾഡറിൻ്റെ എല്ലുകൾ അവിടെ ഉണ്ടാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ അതുപോലെ ഹിപ്പ് ജോയിൻറ്റ്, നമ്മുടെ കാലിൻ്റെ ഊരയിലും കാണപ്പെടുന്നത് എന്താണ്? ഈ ജോയിൻ്റാണ്. ഹിഞ്ച് ജോയിൻ്റാണ്, വിജാഗിരി സന്ധികളാണ്, കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്നു അല്ലേ. അതുപോലെ പൈവോട്ട് ജോയിൻറ്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്, അതായത് നമ്മുടെ കഴുത്തിൽ. അറ്റ്ലസ് എന്ന് എന്താ അറിയോ? നമ്മുടെ കഴുത്തിലെ 1ാമത്തെ വെർട്ടിബ്രേൻ്റെ പേരാണ് അറ്റ്ലസ് വെർട്ടിബ്രേ. അതുപോലെ ഗ്ലൈഡിങ് ജോയിൻറ്റ് ബിറ്റ്വീൻ കാർപ്പൽസ് അല്ലേ. സാഡിൽ ജോയിൻറ്റ് ബിറ്റ്വീൻ കാർപ്പൽസ് ആൻഡ് മെറ്റാകാർപ്പൽസ്. ഈ ജോയിൻറ്റുകളോ പഠിച്ചു വെക്കണം. അതുപോലെ വെരി 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 ഇമ്പോർട്ടൻ്റ് ആയി, നമ്മുടെ എക്സ്പ്ലനേഷൻ അല്പം നീണ്ടു പോയിട്ടുണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടതാണ്. മസിലുകളെ ബന്ധപ്പെട്ട് കാണപ്പെടുന്ന അസുഖങ്ങൾ എല്ലാം നിങ്ങൾ പഠിക്കണം. നമുക്കിതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ട് നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് നേരെ ചോദ്യങ്ങളിലോട്ട് പോവാം. 2024 നിങ്ങൾ നേരെ സീനിയേഴ്സിന് വന്ന ക്വസ്റ്റ്യനാണ്. ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ കോൺട്രാക്ഷൻ. മസിൽ കോൺട്രാക്ഷൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് സർക്കോമിയർ. എന്താണ്? സർക്കോമിയർ അല്ലേ. സർക്കോമിയറാണ് മസിൽ കോൺട്രാക്ഷൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്. ഓക്കെ, ഇനി നോക്കിക്കോ,
ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന നെയിം ദ ജോയിൻറ്റുകളുടെ പേര്. ദ ജോയിൻറ്റ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് വെർട്ടിബ്ര, നമ്മുടെ നട്ടലിലെ വെർട്ടിബ്രകൾക്കിടയിൽ കാണപ്പെടുന്ന ജോയിൻറ്റിൻ്റെ പേര്, അതാണ് കാർട്ടിലേജിനസ് ജോയിൻ്റ് ആണ് കേട്ടോ. ഓക്കെ. ബിറ്റ്വീൻ സ്കൾ ബോൺ, തലയോട്ടിയിലെ എല്ലുകൾക്കിടയിലുള്ള ജോയിൻറ്റിൻ്റെ പേരാണ് ഫൈബ്രസ് ജോയിൻറ്റ്. ഇനി ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്, അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ കഴുത്തിലെ വെർട്ടിബ്രകൾ ഉണ്ടല്ലോ, അതിൽ ഒന്നാമത്തതാണിത് അറ്റ്ലസ് വെർട്ടിബ്ര കേട്ടോ. ആക്സിസ് എന്ന് പറയുമ്പോൾ തലയോട്ടിൻ്റെ ഇടയിലുള്ള ജോയിൻറ്റിൻ്റെ പേര് പൈവോട്ട് ജോയിൻറ്റ്. ജോയിൻറ്റ് ബിറ്റ്വീൻ കാർപ്പൽസ് ആൻഡ് മെറ്റാകാർപ്പൽസ് എന്താണ്, സാഡിൽ ജോയിൻറ്റ്. ഈ ജോയിൻറ്റ് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ഓക്കെ. ഇനി ഈ ഭാഗങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതെങ്കിലും വീഡിയോസോ കണ്ടിട്ട് ഈ ജോയിൻറ്റുകൾ കറക്റ്റ് ചെയ്യുക. നമ്മൾ വേഗത്തിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ചാപ്റ്റേഴ്സ് നേരത്തെ പഠിച്ച ആളുകൾക്ക് നമ്മുടെ വീഡിയോസ് വളരെ സിമ്പിളായിരിക്കും. ഓക്കെ. പിന്നെ പഠിക്കാത്ത ആൾക്കാർ കുറേ ക്വസ്റ്റ്യൻസോ നിങ്ങൾക്ക് കിട്ടാത്ത ഭാഗങ്ങൾ ക്ലാരിഫൈ ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ ചോദിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യട്ടോ. അടുത്തത് ഗൗട്ട്. ഇവിടെ അസുഖങ്ങളുടെ പേര് വന്നിട്ട് 2023 വന്ന ക്വസ്റ്റ്യനാണ്. ഒരു അസുഖത്തിൻ്റെ പേരും അതിൻ്റെ സിംറ്റോ. ഗൗട്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ മക്കളെ, സി ആണ് കേട്ടോ. നമ്മുടെ ജോയിൻറ്റുകളിൽ, നമ്മുടെ ബോഡിയിലെ ജോയിൻറ്റുകളിൽ യൂറിക് ആസിഡ് അടിഞ്ഞു കൂടിയിട്ട് വേദനയൊക്കെ ഉണ്ടാകുന്ന അസുഖമാണെന്ത്, ഗൗട്ട്. അപ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ് ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ്. ഓക്കെ. അടുത്തൊരു അസുഖമാണ് ഓസ്റ്റിയോപോറോസിസ്. എന്താണ് ഓസ്റ്റിയോപോറോസിസ്? എന്താണെന്നറിയോ, ഏജ് റിലേറ്റഡ് ഡിസോർഡറാണ്, പ്രായമാവുണ്ടാകുന്ന അസുഖമാണ്. ഡിക്രീസ്ഡ് ബോൺ മാസ്, ബോണിൻ്റെ മാസ് കുറയുകയും ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് ഫ്രാക്ചർ, എല്ലുകൾ പൊട്ടാൻ ചാൻസ് കൂടുകയും ചെയ്യുന്ന അസുഖമാണെന്ത്, ഓസ്റ്റിയോപോറോസിസ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ടെറ്റനി എന്ന് പറഞ്ഞാൽ എന്താണ്, ടെറ്റനിയുടെ പ്രത്യേകതയാണ് കാൽഷ്യത്തിൻ്റെ അളവ് കുറയുക അല്ലേ. കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലമുള്ള റാപ്പിഡ് സ്പാസം, മസിൽ പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്ത് പോകുന്ന അസുഖമാണെന്ത്, ടെറ്റനി എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ അവസാനത്തെ അസുഖമാണ് ആർത്രൈറ്റിസ്. ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ്. ഈ ചാപ്റ്ററിലുള്ള മുഴുവൻ അസുഖങ്ങളും നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ. ഇനി ദ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ദ മസിൽ കോൺട്രാക്ഷൻ ആർ ഗിവൺ ബിലോ, അറേഞ്ച് ദം ഇൻ കറക്റ്റ് സീക്വൻസ്. ഓക്കെ. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗിവൺ. മസിൽ കോൺട്രാക്ഷൻ സ്റ്റെപ്സ് തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് കറക്റ്റാണ്, ബാക്കിയുള്ളത് കറക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. എ സിഗ്നൽ സെൻഡ് ഔട്ട് ബൈ CNS, നമ്മുടെ തലച്ചോറിന് ഒരു മെസ്സേജ് വരുന്നു, അതാണ് സ്റ്റെപ്പ് 1 അല്ലേ. അപ്പോൾ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമുക്ക് ഈ മെസ്സേജ് മസിലിൽ എത്തണ്ടേ, അങ്ങനെ എത്താൻ വേണ്ടി സഹായിക്കുന്നത് എന്താണ്, നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ റിലീസ് ചെയ്യുമ്പോൾ, മസിലുകളിലോട്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുമ്പോഴാണ് മസിൽ കോൺട്രാക്ഷൻ ആരംഭിക്കുന്നത്. ഓക്കെ. പിന്നെ കാൽഷ്യം അയണിൻ്റെയും ട്രോപ്പനിനുമായി, ഓക്കെ, നമുക്ക് നമ്പർ ഇട്ട് പോവാം. 1 കറക്റ്റാണ്, 2 ഇതാണ്, 3 കാൽഷ്യം അയൺ ട്രോപ്പോനിനുമായിട്ട് ബൈൻഡ് ചെയ്യും അല്ലേ. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ് റിമൂവ് ദ മാസ്കിംഗ് ഓഫ് ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ മയോസിൻ, മാസ്കിംഗ് ഒഴിവാകും. ഓക്കെ, തെറ്റിയോടോ. ഓക്കെ കുട്ടികളെ, ഈ ഒരു ക്രമത്തിലാണ് വരിക. ഇതെല്ലാ സ്റ്റെപ്സും മസിൽ കോൺട്രാക്ഷന് തന്നിട്ടില്ല, പ്രധാനപ്പെട്ട സ്റ്റെപ്സ് മാത്രമാണ് തന്നത്, അത് പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി റൈറ്റ് എനി 2 ടൈപ്സ് ഓഫ് സൈനോവിയൽ ജോയിൻറ്റ്. ഏതെങ്കിലും 2 സൈനോവിയൽ ജോയിൻറ്റിൻ്റെ പേര് എഴുതാം. ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എഴുതാം, അതുപോലെ തന്നെ സാഡിൽ ജോയിൻ്റൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ. ആൻഡ് ഐഡൻറ്റിഫൈ ദിയർ ലൊക്കേഷൻ. ഓക്കെ, അത് നമുക്ക് എഴുതിയാൽ മതി. ഇനി എ സിംബോളിക് റിപ്രസെൻറ്റേഷൻ ഓഫ് മസിൽ കോൺട്രാക്ഷൻ ഈസ് ഗിവൺ ബിലോ. ഓക്കെ. ഐഡൻറ്റിഫൈ ദാറ്റ്, അത് എന്നിട്ട് ചോദിക്കുകയാണ് ഐഡൻറ്റിഫൈ ദ 2 കോൺട്രാക്റ്റിൽ പ്രോട്ടീൻസ് വിച്ച് ഗേവ് ദ സ്ട്രേറ്റഡ് അപ്പിയറൻസ് ടു ദ മസിൽ. അതായത് മസിൽ കോൺട്രാക്ഷന് വേണ്ടി സഹായിക്കുന്ന 2 പ്രോട്ടീനുകളുടെ പേര് ആക്റ്റിനും മയോസിനും അല്ലേ. ഓക്കെ. വാട്ട് ഹാപ്പൻസ് ടു ദ ഐ ബാൻഡ് ആൻഡ് എച്ച് സോൺ. മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഐ ബാൻഡിനും എച്ച് സോണും എന്താ സംഭവിക്കുന്നുള്ളത് അത് വിശദീകരിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ചിത്രത്തിൽ അത് കറക്റ്റ്. അവിടെ എച്ച് സോൺ എന്തായി, ഇവിടെ ചുരുങ്ങി, കണ്ടില്ലേ, കുറഞ്ഞു അപ്രത്യക്ഷമായി അല്ലേ. അതുപോലെ ഈ ഐ ബാൻഡ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഐ ബാൻഡ് ഇവിടെ എന്ത് ചെയ്തു, ഇതാണ് ഐ ബാൻഡ് ഇവിടെ ചുരുങ്ങിയിട്ടുണ്ട് അല്ലേ. ഓക്കെ. നെയിം ദ യൂണിറ്റ് ഓഫ് മസിൽ കോൺട്രാക്ഷൻ. മസിൽ കോൺട്രാക്ഷൻ്റെ യൂണിറ്റ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്, അതാണ് സാർക്കോമിയർ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
ത്രീ ഡിഫറൻസസ് ബിറ്റ്വീൻ റെഡ് മസിൽ ഫൈബർ ആൻഡ് വൈറ്റ് മസിൽ ഫൈബർ. ഇത് സ്ഥിരമായിട്ട് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റെഡ് മസിൽ ഫൈബറും വൈറ്റ് മസിൽ ഫൈബറും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ മസിലുകളിൽ ഒരു പ്രോട്ടീൻ ഉണ്ട്, അതിൻ്റെ പേരാണ് മയോഗ്ലോബിൻ. എന്താ പേര്? മയോഗ്ലോബിൻ. ഇത് നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിനുമായിട്ട് സിമിലറാണ്. ഈ മയോഗ്ലോബിനാണ് മസിലുകൾക്ക് എന്ത് കൊടുക്കുന്നത്? റെഡ് കളർ കൊടുക്കുന്നതും മസിലിന് ആവശ്യമായ ഓക്സിജൻ എത്തിക്കുന്ന ഇയാളാണ്. സോ മയോഗ്ലോബിൻ്റെ രണ്ട് ഫങ്ഷൻ എന്താ? ഒന്ന് മസിലിന് റെഡ് കളർ കൊടുക്കും, രണ്ട് മസിലിന് ആവശ്യമായ ഓക്സിജൻ കൊടുക്കും. ഓക്കെ, ഇനി നോക്കിക്കോ, മസിലുകൾ രണ്ടായി തരംതിരിക്കാം, റെഡ് മസിലും വൈറ്റ് മസിലും. റെഡ് മസിലിൽ കൂടുതൽ മയോഗ്ലോബിൻ ഉണ്ട്, വൈറ്റ് മസിലിലോ കുറച്ച് മയോഗ്ലോബിൻ ഉണ്ട്. അപ്പോൾ ഈ റെഡ് മസിലിന് ചുവപ്പ് നിറം കിട്ടാൻ കാരണം എന്താ? കൂടുതൽ മയോഗ്ലോബിൻ്റെ സാന്നിധ്യമാണ് കേട്ടോ. ഇനി റെഡ് മസിലിൽ മൈറ്റോകോൺട്രിയൻ്റെ അളവും കൂടുതലായിരിക്കും, വൈറ്റ് മസിൽ ഫൈബറിൽ മൈറ്റോകോൺട്രിയൻ്റെ അളവ് കുറവായിരിക്കും. വൈറ്റ് മസിൽ ഫൈബറിന് വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ വൈറ്റ് അല്ല കേട്ടോ, റെഡിഷ്നെസ് കുറവായതുകൊണ്ട് നമ്മൾ വൈറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഈ റെഡ് മസിൽ ഫൈബറിന് ഇഷ്ടംപോലെ ഓക്സിജൻ കിട്ടുമല്ലോ, കാരണം ഇഷ്ടംപോലെ മയോഗ്ലോബിൻ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ എയറോബിക് മസിൽ എന്നാണ് വിളിക്കുക. വൈറ്റ് മസിൽ ഫൈബറിന് പലപ്പോഴും ഓക്സിജൻ വേണ്ടത്ര ലഭിക്കില്ല, അതുകൊണ്ട് ഓക്സിജൻ കുറച്ച് കിട്ടുന്നതുകൊണ്ട് ഇവർ അനയറോബിക് മസിൽ, ഇവർക്ക് ഓക്സിജൻ ഇല്ലാതെയും ഇവരെന്ത് ചെയ്യും? റെസ്പിറേഷൻ നടത്താറുണ്ട്, അതുകൊണ്ട് ഇവരെ വൈറ്റ് മസിൽ ഫൈബർ എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മളെ കാലുകളിലൊക്കെ വൈറ്റ് മസിൽ ഫൈബേഴ്സാണ് കൂടുതലുണ്ടാവുക. എന്താ പ്രോബ്ലം എന്താണെന്നറിയോ? നമ്മൾ ഒരുപാട് നടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ മയോഗ്ലോബിൻ്റെ അളവ് കുറവായതുകൊണ്ട് ഓക്സിജൻ്റെ അളവ് കുറയും. ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ അനയറോബിക് റെസ്പിറേഷൻ സംഭവിക്കും. ഇങ്ങനെ അനയറോബിക് റെസ്പിറേഷൻ നടന്നു കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്നറിയോ? നമ്മളെ മസിലുകളിലൊക്കെ എന്തുണ്ടാവുമെന്നറിയോ? നമ്മളെ മസിലുകളിൽ ഈ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. എന്തുണ്ടാവും? ലാക്റ്റിക് ആസിഡ്. ഇങ്ങനെ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മസിലുകൾക്ക് ഉണ്ടാവുന്ന പ്രോബ്ലത്തെ വിളിക്കുന്ന പേരാണെന്ത്? മസിൽ ഫാറ്റിക് എന്നാണ് വിളിക്കുക. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ചോദിക്കും എന്താണ് മസിൽ ഫാറ്റിക്? മസിൽ ഫാറ്റിക് എന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ഇൻ മസിൽസ് ഡ്യൂറിങ് അനയറോബിക് റെസ്പിറേഷൻ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഈ ചാപ്റ്ററിൽ വന്ന വേറൊരു ക്വസ്റ്റ്യനാണ്. ഈ ടേബിളിൽ നിന്ന് അനുയോജ്യമായത് കണക്ട് ചെയ്ത വൈൽഡ് കൺട്രാക്ഷൻ ഇൻ ദ മസിൽ ഡ്യൂ ടു ലോ കാൽഷ്യം ലെവൽ. കാൽഷ്യം ലെവലിൻ്റെ അളവ് കുറഞ്ഞിട്ട് മസിൽസിൻ്റെ വൈൽഡ് കൺട്രാക്ഷൻ ഉണ്ടാകുന്ന അസുഖം ടെറ്റനി അല്ലേ? എന്താണ്? ടെറ്റനിയാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റുകൾക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ്റെ അസുഖമാണെന്ത്? ആർത്രൈറ്റിസ്. ഇവിടെ ഉണ്ട് ആർത്രൈറ്റിസ്. ഇവിടെ ഉണ്ട്. 3 ഡിക്രീസ്ഡ് ബോൺ മാസ് ആൻഡ് ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് ഫ്രാക്ചർ, ഓസ്റ്റിയോപോറോസിസ്. ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ് ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ്, ഗൗട്ട്. ഓക്കെ, ഇത് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കേട്ടോ. നെയിം ദ മിനറൽ അയൺ വിച്ച് പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ മസിൽ കൺട്രാക്ഷൻ. വളരെ സിമ്പിളാണ്, കാൽഷ്യം അയൺ. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, കാൽമുട്ടിലുള്ള ജോയിൻറ്റിൻ്റെ പേര്, നീ ജോയിൻറ്റിൻ്റെ പേരെന്താ? ഗ്ലൈഡിങ് ജോയിൻ്റാണ്. എല്ലാ ജോയിൻറ്റിൻ്റെയും പേരും അത് കാണുന്ന സ്ഥലവും കാണാതെ പഠിക്കട്ടോ. ഓക്കെ, അറ്റ്ലസിലും ആക്സിസിലുള്ള ജോയിൻറ്റ് പൈവോട്ട് ജോയിൻറ്റ്. അഡ്ജസൻ്റ് കാർപ്പൽസിലുണ്ടാവുന്ന ജോയിൻറ്റ്സ് സാഡിൽ ജോയിൻറ്റ് അല്ലേ? കാർപ്പൽസിൻ്റെയും മെറ്റാകാർപ്പൽസിൻ്റെ ഇടയിലുള്ള ജോയിൻറ്റ്, ഇവിടെയുള്ള ജോയിൻറ്റിൻ്റെ പേര് ഗ്ലൈഡിങ് ജോയിൻറ്റ് അല്ലേ? ഇവിടെ ഉള്ളത് സാഡിൽ ജോയിൻറ്റ്. എല്ലാ ജോയിൻറ്റും ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇവിടെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. കുറേ എല്ലിൻ്റെ ബോൺസിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഹ്യൂമറസ്, ടിബിയ, കാർപ്പൽസ് ആൻഡ് ഫിബുല. ഇതിനെ 2 കോളത്തിലാക്കി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഹ്യൂമറസും അതുപോലെ തന്നെ കാർപ്പൽസും എന്താ? ഫോർലിംബിലെ എല്ലുകളാണ്, കൈകളിലെ എല്ലുകളാണ്. ടിബിയ, ഫിബുലയോ കാലുകളിലെ എല്ലുകളുമാണ്, അല്ലെങ്കിൽ ഹൈൻഡ് ലിംബിലെ എല്ലുകൾ. അതായത് ഒരു കൂട്ടം എല്ലുകൾ തന്നിട്ട് അത് നമ്മുടെ കൈകൾ അതായത് ഫോർലിംബിലെ എല്ലുകളായിട്ടും കാലുകൾ അതായത് ഹൈൻഡ് ലിംബിലെ എല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മസിൽ ഫൈബേഴ്സ് ആർ 2 types, റെഡ് മസിൽ ഫൈബർ ആൻഡ് വൈറ്റ് മസിൽ ഫൈബർ. നെയിം ദ റെഡ് കളർ പിഗ്മെൻറ്റ് ഇൻ ദ മസിൽ, മയോഗ്ലോബിൻ. റൈറ്റ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ റെഡ് മസിൽ ഫൈബർ ആൻഡ് വൈറ്റ് മസിൽ ഫൈബർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഓക്കെ, ഇനി നെയിം ദ പോർഷൻ ഓഫ് ദ മയോഫൈബർ ബിറ്റ്വീൻ 2 സക്സസീവ് സെറ്റ് ലൈൻ. 2 സെറ്റ് ലൈൻ്റെ ഇടയിലുള്ള സ്ഥലത്തെ വിളിക്കുന്ന പേര് സർക്കോമിയർ. ഓക്കെ,
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ ബോൺസ് ഓഫ് അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ ആർ ഗിവൺ ബിലോ. സെലക്ട് ദ ബോൺസ് ഓഫ് പെക്ടോറൽ ഗിർഡിൽ. പെക്ടോറൽ ഗിർഡിൽ വരുന്ന എല്ലുകളുടെ പേര് ക്ലാവിക്കിൾ ആൻഡ് സ്കാപ്പുല. ഓക്കെ. നെയിം ദ ആർട്ടിക്കുലേറ്റിംഗ് ക്യാവിറ്റി ബിറ്റ്വീൻ ഫീമർ ആൻഡ് പെൽവിക് ഗിർഡിൽ. ഫീമറിൻ്റെ പെൽവിക് ഗിർഡിലിൻ്റെ ഇടയിലുള്ള ആർട്ടിക്കുലേറ്റിംഗ് ക്യാവിറ്റിൻ്റെ പേരാണ് അസറ്റാബുലം. എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ കാലിലെ ഫീമർ ബോൺ അല്ലേ. ഈ ഫീമർ ബോൺ ഇങ്ങനെ പോയിട്ട് നമ്മുടെ ഈ എല്ലിൻ്റെ പേരാണ് പെൽവിക് ഗിർഡിൽ. കാലിൻ്റെ തുടൻ്റെ മുകളിൽ ഈ എല്ലിൻ്റെ ഉള്ളിലൂടെ കയറി നിൽക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ കുഴി പോലെ സ്ഥലമുണ്ട്, അതിൻ്റെ പേരാണ് അസറ്റാബുലം. ഓക്കെ. അതുപോലെ തന്നെ ഇത് നമ്മുടെ കൈകളിലെ ഹ്യൂമറസ് ആണല്ലോ. ഈ ഹ്യൂമറസ് ബോൺ ഇവിടെ കയറി നിൽക്കാൻ വേണ്ടി കുഴി പോലുള്ള ഭാഗമുണ്ട്, അതിൻ്റെ പേരാണ് ഗ്ലിനോയിഡ് ക്യാവിറ്റി. എന്താ വിളിക്കുക? ഗ്ലിനോയിഡ് ക്യാവിറ്റി. അതും ഓർത്ത് വെക്കും കേട്ടോ. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ തെറ്റായ റോങ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ. ഈച്ച് മസിൽ ഫൈബർ ഈസ് ലൈൻഡ് ബൈ ദ പ്ലാസ്മ മെംബ്രെയിൻ കോൾഡ് സാർക്കോലെമ. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു മസിലിൻ്റെ ഫൈബറിനെ ചുറ്റിയിട്ടുള്ള മെംബ്രെയിൻ്റെ പേര്, പ്ലാസ്മ മെംബ്രെയിൻ്റെ പേരാണിത് സാർക്കോലെമ കേട്ടോ. ദ ലൈറ്റ് ബാൻഡ് ആർ കോൾഡ് എ ബാൻഡ് ഓർ അനൈസോട്രാപ്പിക് ബാൻഡ്. ഇത് തെറ്റാണ്. ലൈറ്റ് ബാൻഡ് നമ്മൾ എന്താ വിളിക്കുക? ഐ ബാൻഡ് അല്ലെങ്കിൽ ഐസോട്രോപ്പിക് ബാൻഡ് എന്നാണ് വിളിക്കുക അല്ലേ. ഓക്കെ. ദ പോർഷൻ ഓഫ് ദ മയോഫൈബിൾ ബിറ്റ്വീൻ ടു സക്സസീവ് സെറ്റ് ലൈൻ ഈസ് കോൾഡ് സാർക്കോമിയർ. ട്രൂ ആണ് അല്ലേ. മസിൽ കണ്ടെയ്ൻ റെഡ് കളേർഡ് ഓക്സിജൻ സ്റ്റോറിംഗ് പിഗ്മെൻറ്റ് കോൾഡ് മയോഗ്ലോബിൻ. ട്രൂ ആണ്, ശരിയാണ് അല്ലേ. ഓക്കെ. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ് നമുക്കറിയാവുന്നതാണ്, അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കും. സെലക്ട് ദ ബോൺസ് ഓഫ് ദ ലെഗ് ഫ്രം ദ ഗിവൺ ലിസ്റ്റ് ഓഫ് ബോൺസ്. ഇതിൽ നമ്മുടെ കാലുകളിലെ എല്ലുകൾ ഏതെല്ലാം ലിസ്റ്റ് ചെയ്യുക. ഏതല്ല? ടിബിയ ഉണ്ട്, സോറി ടിബിയ അല്ല, ഫീമർ, ഫിബുല, ടിബിയ, മൂന്നെണ്ണല്ലേ. ഓക്കെ. ടാർസൽസ്, ഈ നാലുമാണ് നമ്മുടെ കാലുകളിലെ എല്ല്. അപ്പോൾ അതങ്ങനെ കൃത്യം നമുക്ക് എഴുതാൻ സാധിക്കണം കേട്ടോ. ഓക്കെ. An athlete met an accident. His thigh bone is slipped off from the girdle. തുടയിൽ ഈ വീണുപോയി. നമ്മൾ തുടൻ്റെ എല്ലാം ചെയ്തു സ്ലിപ്പായിപ്പോയി. ഓക്കെ. റൈറ്റ് ദ നെയിം ഓഫ് ദ എബോവ് മെൻഷൻഡ് ഗിർഡിൽ. ഏത് ഗിർഡിലാണെന്ന്? നമ്മുടെ തുടയലിൻ്റെ മുകളിൽ കാണപ്പെടുന്ന എല്ലിൻ്റെ പേരാണ് പെൽവിക് ഗിർഡിൽ എന്നാണ് വിളിക്കട്ടോ. എന്താ വിളിക്കുക? പെൽവിക് ഗിർഡിൽ.